ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസ ദാർശനികതയ്ക്കും പേരുകേട്ട സാംസ്കാരിക ഇടമാണ് തൃശ്ശൂർ ജില്ല. അവിടെ പുതുക്കാട് മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചു തരുന്ന ഒരു ക്ഷേത്രം പെരുമറത്ത് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി മഹാകാളി ക്ഷേത്രം. ജാതി മത ചിന്തകൾക്ക് അതീതമായി മാനവരാശിയുടെ ഉന്നമനത്തിനായി സർവ്വ ഐശ്വര്യങ്ങളും പകർന്ന് ശിവന്റെ പുത്രനായി കുളിവാകയിൽ ജനിച്ച പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ഇരിക്കുന്ന ഇടം. ഇവിടുത്തെ ഭഗവാന്റെ നിയോഗം എന്നാണ് ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ. മുന്നേ എൻ്റെ പിതാവായിരുന്നു. പിതാവിന് മുന്നേ ഞാൻ പറഞ്ഞു പിതാവിൻ്റെ വലിയച്ഛൻ, അങ്ങനെ അവരുടെ തലമുറകളായിരുന്നു. ആ പിതാവിന് സത്യത്തിൽ ഈ കാര്യങ്ങൾ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്, അച്ഛനും പറഞ്ഞിരിക്കുന്നത്. ആളെന്ന് കുറച്ച് പാർട്ടി പ്രവർത്തനം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനമൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെ. അപ്പം അന്നിവിടെ നൃത്തത്തിൽ വന്നിരുന്ന അച്ഛൻ്റെ വലിയച്ഛൻ പറഞ്ഞു അത്രേ, ഈ മുദ്ര നിന്നെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, നിന്നെയാണ് ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ നൃത്തത്തിൽ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞേ ഞാനൊന്നും ഇതിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം അച്ഛന് തന്നെ ആവേണ്ടി വന്നു ഇതിവിടുത്തെ നിയോഗം. അപ്പം അച്ഛന് ശരിക്കും ഭഗവാനെ സേവ കഴിച്ച് അങ്ങനെ കർക്കിടക മണ്ഡലം, വൃശ്ചിക മണ്ഡലമൊക്കെ എടുത്ത് വളരെ അച്ഛനത് സേവ ഉറപ്പിച്ചതിന് ശേഷമാണ് അച്ഛൻ അതിലേക്ക് പിന്നെ ഏറ്റെടുക്കുന്നതൊക്കെ. അതേ ഒരു ഘട്ടങ്ങളിൽ തന്നെയാണ് എൻ്റെ വലിയച്ഛൻ്റെ മകനുണ്ടായിരുന്നു, അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സുരേഷ്. അപ്പോൾ അവനെയായിരുന്നു ഇതിലൊക്കെ. അപ്പോൾ ഞങ്ങളന്ന് തിയേറ്ററുള്ള നിലയ്ക്ക് ഞാൻ അവിടെയായിരുന്നു, അന്നമനട എന്ന് പറയും. അപ്പോൾ ഞാൻ അന്നമനട പോയതോടുകൂടി ഞാൻ ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധങ്ങൾ ആഴ്ചയിലോ മാസത്തിലോ ഇങ്ങോട്ട് വരാറുള്ളൂ വീട്ടിലേക്ക്. പിന്നീടാണ് അവൻ വിദേശത്ത് പോയപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ സഹായിയായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങളോട് തുള്ളി പറയുന്ന കൽപ്പനകളും അവരുടെ പല പല അനുഭവങ്ങളും നമ്മളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ വന്ന് അവർ സങ്കടപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ട് അവർ വന്ന് പറയുന്ന സന്തോഷങ്ങൾ. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ ശേഷം ഇവിടുത്തെ മഠാധിപതിയായിട്ട് വരുന്നത്. എൻ്റെ മകനാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നതും. ഇവിടുത്തെ നിയോഗം പവനാണ് തുള്ളൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇവിടെ ഭഗവാന്റെ നൃത്തത്തിൽ നിൽക്കുന്നുള്ളൂ. ബാക്കിപ്പോൾ മകനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതൊക്കെ. എൻ്റെ പേര് ശരത് വിഷ്ണു എന്നാണ്. ഞാനിവിടെ ക്ഷേത്രത്തിലെ പ്രധാനമായി അച്ഛനാണ് ഇവിടെ കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത്. അച്ഛൻ്റെ പേര് സെൽവരാജ്. അച്ചാച്ചനൊക്കെ ആയിട്ട് ഒരു 700 വർഷം അതിന് മുന്നേ തന്നെ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ് ഇവിടെ. വിഷ്ണുമായ പൂജകളും ഒരുപാട് ദൂരെ നിന്നുള്ള ഭക്തരെല്ലാം ഇവിടെ വരുന്നുണ്ട്. കേരളം, അതിന് പുറമെ തമിഴ്നാടായാലും കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, പല ദൂരദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പല ഭക്തരും വരുന്നു. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി കൂടെ നമ്മളും വളരെയധികം പ്രാർത്ഥനകളിൽ കൂടിയും പൂജകളിൽ കൂടിയും അവർക്ക് എല്ലാ നന്മകളും വരുവാനും നമ്മളായി
കൂട്ടായിട്ട് അവർക്ക് നിൽക്കുന്നുണ്ട്. ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കേരളീയ വാസ്തുശില്പകലയിൽ ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന മികവോടെയാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും താൻ ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കുന്ന മഹാമൂർത്തി കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. 10-65 വർഷങ്ങളായിട്ട് വരുന്ന കൂട്ടരുണ്ട് ഇവിടെ. അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട്. കാരണം മാനസികമായിട്ട് അവരുടെ കുടുംബത്ത് പല പ്രശ്നങ്ങളുണ്ടായിട്ട് അത് പല സ്ഥലങ്ങളിലും പോയിട്ട് തീരാത്തതുകൊണ്ട് എൻ്റെ പിതാവ് പോയിട്ട് ആ കാര്യങ്ങളെല്ലാം അവിടെ തീർത്തു കൊടുത്ത് ആ കുടുംബക്കാർ ഇപ്പോഴും അവിടെ നിന്ന് വാർഷികമായിട്ട് ഇവിടെ വഴിപാടുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹിന്ദു എന്നല്ല, മറ്റുള്ള മതക്കാർ എല്ലാവരും അവരുടെ സങ്കടങ്ങൾ ഭഗവാനിൽ നിന്ന് പറയുന്നു. അത് പരദേശം, അതായത് ഇന്ത്യ വിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്കാർ വളരെയധികം വരുന്നുണ്ട്. അവർ മുഖേന തന്നെ അവിടെയുള്ള ആൾക്കാരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് അവരതിനൊരു വഴിപാടുകൾ നിശ്ചയിപ്പിച്ച് അവരെ കൊണ്ട് ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെയുണ്ട്. പോത്തിന് പുറത്ത് സഞ്ചരിക്കുന്ന വിഷ്ണുമായയുടെ രൂപം നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നാൽ തനത് ശൈലിയിൽ രൂപം നൽകിയ ക്ഷേത്ര സമുച്ചയം കാണാം. 3 താഴികക്കുടങ്ങൾ ഉറപ്പിച്ച ശ്രീകോവിലിലാണ് സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ വാസം. ഭക്തർക്ക് ധ്യാനിക്കാൻ നടമണ്ഡപവും ഒരുക്കിയിട്ടുണ്ട്. ഭിത്തിയിൽ കൊത്തിയെടുത്ത താലമേന്തിയ കന്യകാശില്പങ്ങൾ ക്ഷേത്ര വാസ്തുകലയുടെ ഔന്നത്യം വിളിച്ചോതുന്നു. കുടുംബത്തിലെ വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തിയാണ്. അതിനുശേഷം ഒരു കൊട്ടിൽ സ്ഥാനം ഒക്കെ പണിതു. ഇപ്പോൾ ഒരു ക്ഷേത്ര സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠകളൊക്കെ കഴിച്ചു. അതേത് സ്ഥലങ്ങളിലും അങ്ങനെയാണല്ലോ, മഹാക്ഷേത്രങ്ങൾ ഒഴിച്ച്. അപ്പോൾ ഇന്ന് വളരെയധികം നല്ല രീതിയിൽ പോകുന്ന ഒരു ആസ്ഥാനം. സത്യസന്ധമായി ആത്മാർത്ഥമായി നമ്മൾ മനസ്സുരുകി വിളിച്ച സ്വാമി കൂടെ ഉണ്ടാവും. യാതൊരു തർക്കവുമില്ല. പിന്നെ വിളിക്കുന്നതിന് സത്യസന്ധതയും ആത്മാർത്ഥതയും വേണം. കൂടെ പിടിച്ചാൽ ഏത് ഊണിലും ഉറക്കത്തിലും സ്വാമി കൂടെ ഉണ്ടാകും. സത്യമായ കാര്യമാണ്. ഏത് ആപത്തും ദുരിതങ്ങളും സ്വാമി തടയിട്ട് കൊണ്ട് മുന്നോട്ട് നയിക്കും. അവിടെയെല്ലാം ഉറച്ച വിശ്വാസങ്ങൾ വേണം. വിശ്വാസത്തിന് കോട്ടം തട്ടിയോ സ്വാമിയുടെ ബന്ധത്തിനും കോട്ടം വരും. സത്യസന്ധമായി സ്വാമിനെ മുറുകെ പിടിച്ച് എപ്പോഴും കൂടെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇവിടെയാണ് സാക്ഷാൽ കുളിവാകപുത്രൻ പൊന്നുണ്ണി സ്വാമി ഭക്തജനങ്ങളുടെ ആശ്രയ വരദായകനായി വിരാജിക്കുന്നത്. ദശാന്തരങ്ങൾ കടന്ന് ഓരോ ദിവസവും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. സങ്കടത്തോടെ വരുന്നവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു അപൂർവ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ചോദിക്കുന്നതെന്തും പകർന്നു നൽകി ഭക്തരെ സന്തോഷിപ്പിക്കുക എന്നതാണ് വിഷ്ണുമായ സ്വാമിയുടെ പ്രത്യേകത. ഞാൻ സ്വാമിയുടെ അടുത്ത് ഇവിടെ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. 22 വർഷം മുമ്പ് എനിക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭയങ്കര മോശമായ ഒരവസ്ഥ. അവിടെ നിന്ന് ഇന്നിപ്പോൾ ഈ ഞാൻ നിൽക്കുന്നതും ജീവിച്ചു പോകുന്നതും സ്വാമിയുടെ കരുണ കൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്തൊക്കെ എന്നെ പലരും പിന്തിരിപ്പിക്കാനും അത് ശരിയായ സ്ഥലമല്ല എന്നൊക്കെ പറയാനും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നാ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കഷ്ടതകളിലും നമ്മൾ മനം ഉരുകി സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ പ്രതിവിധിയുണ്ട്. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. അമ്മയും അച്ഛനൊക്കെ ആയിട്ട് നമ്മൾ ചെറുപ്പം മുതൽ വന്നാണ്. 10-12 വർഷത്തോളം ഗൾഫിലായിരുന്നു. ഇപ്പം നാട്ടിൽ സെറ്റിൽഡാണ്. ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്. നമ്മൾ ഇവിടെ വന്നേ പിന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. സ്വദേശം ആലുവയാണ്. എല്ലാ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇവിടെ വരാറുണ്ട്. നമുക്ക് ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാനാണ് കൂടുതലും വരുന്നത്. നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കസിൻസൊക്കെ ഇവിടെ വരാറുണ്ട്. എല്ലാവർക്കും നല്ല ഉയർച്ച കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുമെന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഇവിടുത്തെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാമി നടത്തി തരും. അത് 100% നിറവേറ്റി തരാറുണ്ട്, തന്നിട്ടുണ്ട്. രോഗപീഠകൾ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ,
ശത്രുദോഷങ്ങൾ എന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. അതിന് വിവാഹം നടക്കാനായിട്ട് നടക്കുമോ നടക്കില്ല എന്നുള്ളതാണ് അവർ വീട്ടുകാർ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞതൊക്കെ നടക്കും, നല്ല രീതിയിൽ നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ വിവാഹം ഭംഗിയായിട്ട്, ഒരു വലത്തെ കാലിന് തീരെ സ്വാധീനക്കുറവുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ നല്ല ജോലിയുണ്ട്. ആ കുട്ടിയുടെ 2 മക്കൾ, ഇപ്പം അതിലെ ഒരു മൂത്ത കുട്ടിയുടെ വിവാഹത്തിൽ ഇപ്പോൾ കഴിഞ്ഞു. അവരിപ്പോൾ എങ്ങനെയായാലും വർഷത്തിൽ 2-3 തവണ അവിടെ വന്ന് തൊഴുതു പോകുന്നു. അതേപോലെ എത്രയോ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം നമ്മൾ അനുഭവങ്ങൾ ഇതല്ല പറയുന്നത്, അത്രയധികം അനുഭവങ്ങൾ. ഞാനിവിടെ 18 കൊല്ലമായി വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ എന്നെ ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ട്, ജോലി വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ മിക്ക ദിവസവും വരാറുണ്ട്. വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ കൊല്ലം ഞാൻ വരാറുണ്ട്, തൊഴുത് പോകാറുണ്ട്. എനിക്ക് നല്ല വിശ്വാസമാണ് ഇവിടെ. പല പരീക്ഷണങ്ങളിലൂടെയും സ്വാമി ഭക്തരെ കൂട്ടിക്കൊണ്ടുപോകും. അത്തരത്തിൽ ഭക്തർക്കൊപ്പം നിൽക്കുന്ന സ്വാമിയാണ്. ഒട്ടനവധി പേർക്കാണ് അനുഗ്രഹത്തിലൂടെ കാര്യസിദ്ധി ആർജിച്ചത്. അവരിന്നും ഈ സന്നിധിയിൽ വരികയും അവരുടെ അനുഭവങ്ങൾ ഭക്തിപൂർവ്വം പങ്കുവെക്കുകയും ചെയ്യുന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് അടിപ്പെട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്, ഒരു 10-20 വർഷം മുമ്പ്. അതെല്ലാം അതിജീവിച്ച് പോകുന്നത് ഈ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും സ്വാമി പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും. അപ്പോൾ വർഷാവർഷം ഇവിടെ വന്ന് പോവാറുണ്ട്. സ്വാമി അടുത്ത് വന്ന് പോവുകയാണെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. ജീവിതത്തിൽ പുരോഗതി മാത്രമേ ഉള്ളൂ. പുതുക്കാട്ട് പെരുമറത്ത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉപദേവത പ്രതിഷ്ഠകളിലും ചില പ്രത്യേകതകൾ കാണാം. സാധാരണ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പരിചിതമല്ലാത്ത 10 കൈകളോടു കൂടിയ മഹാകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രധാന ഉപദേവത കരിങ്കുട്ടിച്ചാത്തൻ, ശൂദ്രമഠപതി അതായത് പണിക്കരച്ചൻ, സേവാമൂർത്തികളായ മുത്തപ്പന്മാർ, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. 9 വർഷത്തോളമായി ഞാൻ ഈ തറവാടും ഇവിടുത്തെ പണികളും ഒക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പുരോഗതി തന്നെ ഉണ്ടായിട്ടുള്ളൂ. സ്വാമിയുടെ കടാക്ഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അതിലും ഉപരിയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. എന്ത് വേണം എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തിരിച്ചു തരുന്ന ഒരവസ്ഥയാണ് എനിക്കും അതുപോലെ ഇവിടെ വരുന്ന ഓരോ ഭക്തനും പറഞ്ഞതും അനുഭവങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്.
പ്രധാന വഴിപാടുകൾ: തിറവെള്ളാട്ട് കർമ്മം, ഇണക്കളം, രൂപക്കളം, ശാക്തേയ പുഷ്പാഞ്ജലി, ശാക്തേയ കലശം അഥവാ കോഴിവെട്ട്, ശാക്തേയ വീത് കർമ്മം, കലശങ്ങൾ. വിഷ്ണുമായ സ്വാമിയുടെ നൃത്തകൽപ്പനയിൽ ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ച് പരിഹാരങ്ങൾ നേടുവാനും ഭക്തന്റെ ഏതാവശ്യവും സാധിച്ചു തരുവാൻ നൃത്തത്തിൽ നിൽക്കുന്ന കോമരങ്ങളുടെ ശരീരത്തിൽ ഭഗവാൻ എത്തി കൽപ്പനയിൽ കൂടി സങ്കടങ്ങൾ തീർത്തു കൊടുക്കുന്ന സമയം. വിഷ്ണുമായ സ്വാമിയുടെ നൃത്തമായിട്ടാണ് കോമരം തുള്ളലിനെ കാണുന്നത്. ഗുരുതി, കോഴി, കള്ള്, ചുറ്റുവിളക്ക്, പായസ നിവേദ്യങ്ങൾ തുടങ്ങിയവയാണ് മറ്റ് നിവേദ്യങ്ങൾ. പ്രധാന വഴിപാടുകൾ തിറവെള്ളാട്ട് കർമ്മം, ഇണക്കളം, രൂപക്കളം, അന്നദാനം, പ്രസാദൂട്ട് മുതലായ കാര്യങ്ങൾ, ശാക്തേയ കലശങ്ങൾ, ശാക്തേയ വീത് കർമ്മങ്ങൾ, അതിൽ ഭഗവതിക്കും അതേപോലെ തന്നെ കർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർക്ക് ഇവിടെ വന്ന് പൂജകൾ കഴിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ചില ഹോമകർമ്മങ്ങൾ അവരുടെ കാര്യങ്ങൾ നിവൃത്തിക്ക് വേണ്ടിയിട്ട്. അതിൽ നമ്മളും അതേപോലെ തന്നെ അവർ നിർബന്ധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പുറമേ പോയിട്ട് കേരളത്തിന് വെളിയിൽ പോയിട്ടുള്ള പൂജകളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിഷ്ണുമായ സ്വാമിയുടെ അതിവിശിഷ്ടമായ ഉത്സവമാണ് തിറവെള്ളാട്ട് കർമ്മം. മകരമാസത്തിലെ ഒടുവിലത്തെ ശനിയാഴ്ച രാവിലെ 8 മണിയോടുകൂടി തിറമണ്ണാർ എത്തുകയും കളമെഴുത്ത് മുതലായ ചടങ്ങുകൾ തുടങ്ങുന്നു. ആദ്യത്തെ കളം ശൂദ്രമഠപതിക്കും, അതായത് പണിക്കരച്ചനും മുത്തപ്പനും. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നൃത്തകൽപ്പനയിൽ വരികയും ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയും പ്രസാദ വിതരണവും നടത്തുന്നു. ശേഷം 5 മണിയോടുകൂടി തിറവെള്ളാട്ടിൻ്റെ മർമ്മപ്രധാനമായ കളമെഴുത്ത് തുടങ്ങുന്നു. പ്രധാനമായ ഉത്സവം ഇവിടെ തിറവെള്ളാട്ട് മഹോത്സവം എന്ന് പറയും. അതൊരു 7 ദിവസത്തെ പൂജകളുണ്ടായിരിക്കും. ഒരു ദിവസം ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച ഒരു 10 മണിയോടുകൂടിയാണ് ആ ഉത്സവ സമാപനം. കാരണം 6 ദിവസം പൂജകൾ തന്നെയായിരിക്കും. ഓരോ വിധത്തിലുള്ള ഗണപതി ഹോമമായിട്ടും മൃത്യുഞ്ജയ ഹോമം, മറ്റുള്ള പലവിധ പൂജകളും ഹോമകർമ്മങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അതിനുശേഷമാണ് 7ാമത്തെ ദിവസം തിറവെള്ളാട്ട് വരുന്നത്. വാദ്യകലാകാരന്മാരും വന്ന് അവരുടെ മേളങ്ങൾ, അങ്ങനെയാണ് അതിൻ്റെ നൃത്തങ്ങൾ, എഴുന്നള്ളത്ത് മുതലായ കാര്യങ്ങൾ. അതിനുശേഷം ഗുരുതി, മഹാഗുരുതി ഉണ്ടായിരിക്കും. അത് ഗുരുതി തറയിൽ വെച്ചാണ് ആ ഗുരുതിയെല്ലാം നടക്കുക. ശേഷം നൃത്തകൽപ്പനകളൊക്കെ കഴിഞ്ഞ് ഭക്തരെ അനുഗ്രഹിച്ച് ഇതിന് ശേഷം ശ്രീകോവിൽ അദ്ദേഹം തിരിച്ച് എത്തിക്കഴിഞ്ഞ് അന്നത്തെ നിത്യനിദാന പൂജകൾ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വീത് കർമ്മം ഉണ്ടായിരിക്കും. അന്ന് വെച്ചിട്ടുള്ള നിവേദ്യങ്ങൾ, കോഴി മുതലായ ഇറച്ചി, ആട് മുതലായ അതിൻ്റെ നിവേദ്യങ്ങൾ, ഇറച്ചി നിവേദ്യങ്ങൾ വേവിച്ച് അവിടെ വെച്ച് അന്നൊരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രം അടയ്ക്കും. പിറ്റേ ശനിയാഴ്ച രാവിലെയാണ് ക്ഷേത്രം നട തുറക്കുകയുള്ളൂ. അതുവരെ ക്ഷേത്രത്തിലെ പ്രവേശനമില്ല, ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. 7ൻ്റെ ദിവസം നട തുറന്നതിന് ശേഷം അന്ന് വിഷ്ണുവായിക്ക് രൂപക്കളം ഉണ്ടായിരിക്കും. ആ രൂപകളത്തിൽ ഉച്ചയോടുകൂടി നൃത്തം, കൽപ്പനകൾ, അത് വളരെയധികം ഭക്തജനങ്ങളന്നും ഇവിടെ ദർശനത്തിന് സ്വാമിനെ കാണാൻ വരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ശേഷം ശുദ്ധിക്രിയാദികൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ശാക്തേയ വീതി കർമ്മം നടത്തുന്നു. 2:30 ക്ഷേത്രനട അടയ്ക്കുന്നു. 7 ദിവസം ശനിയാഴ്ച രാവിലെ നട തുറക്കുകയും ശുദ്ധിക്രിയാദികൾ കഴിഞ്ഞ് വിഷ്ണുമായ സ്വാമിക്ക് തിറമണ്ണാർമാർ വന്ന് രൂപക്കളം എഴുതുകയും പൂജാതിക്രിയകൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കളത്തിൽ നൃത്തവും കൽപ്പനയും പ്രസാദ വിതരണവും നടത്തുന്നു. മീനമാസത്തിൽ ഭഗവതിക്ക് തോറ്റംപാട്ട് നടത്തുന്നു. മിഥുനമാസത്തിൽ ഒടുവിലത്തെ ശനിയാഴ്ച മുത്തപ്പനും ശൂദ്രമഠപതിക്കും വിഷ്ണുമായ സ്വാമിക്കും രൂപകളമെഴുത്ത് നടത്തുന്നു. തുടർന്ന് കളത്തിൽ നൃത്തവും കൽപ്പനയും പ്രസാദ വിതരണവും നടത്തുന്നു. രാത്രി 2 മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുന്നു. ഇവിടെ വരുന്നവരുടെ ഭക്തർ, അവർക്ക് എന്ത് ദോഷമുണ്ടോ, അവരുടെ എന്ത് സങ്കടമുണ്ടോ, അതിന് അവരുടെ കൂടെ നിൽക്കണം. അവരുടെ ആ ദോഷം തീരണ വരെ നമ്മൾ അവർക്ക് എല്ലാ ബലത്തിലും നമ്മൾ അവർക്ക് സന്തോഷം വരണം. അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു ആഗ്രഹവും. അത് അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോഴാണ് നമുക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷം ഇവിടെ കിട്ടുന്നത്. എന്നാൽ ഒരു 100 പേര് വരുമ്പോൾ അതിൽ ഒരാൾക്ക് ഒരു സങ്കടം അത് നടന്നില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ വളരെ ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും സ്വാമി പലപ്പോഴും ഒരു പരീക്ഷണം ആയിട്ട് പലപ്പോഴും പലരോടും ഉണ്ടെങ്കിലും ഒന്ന് വൈകിയാലും അവരുടെ കാര്യങ്ങൾ പലരും പറയാറുണ്ട്. ഒന്ന് വൈകിയാലും
അവർ വിചാരിച്ചതിലും പരിപൂർണ സന്തോഷത്തിൽ ആ കാര്യം നടന്നു കിട്ടി എന്ന് പറയുമ്പോൾ അതും നമുക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. രാത്രി 2 മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:45 നട തുറക്കുന്നതാണ്. ശുദ്ധിക്രിയാദികളും അലങ്കാരങ്ങളും കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി നടത്തുന്നു. 11 മണിയോടുകൂടി നിവേദ്യ പൂജ നടത്തുന്നു. വൈകിട്ട് 5:45 നട തുറക്കുകയും രാത്രി 7:30 വീതുകർമ്മങ്ങളും നടത്തിവരുന്നു. രാത്രി 8:30 ക്ഷേത്രനട അടയ്ക്കുന്നു. എല്ലാ അമാവാസി നാളുകളിലും ശാക്തേയ പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കുന്നതാണ്. അമാവാസി നാളുകളിൽ കോഴിവെട്ട് കലശവും ശാക്തേയ വീതുകർമ്മങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വൃശ്ചിക മണ്ഡലം 41 ദിവസവും കർക്കിടക മാസത്തിലും കോഴിവെട്ടും ശാക്തേയ വീതുകർമ്മങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല എന്നതും ശ്രദ്ധേയമാണ്. പൂർവികമായി പകർന്നു കിട്ടിയ കർമ്മങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത്. 38 വർഷമായിട്ട് മഠാധിപതി PK സെൽവരാജ് സ്വാമിയാണ്. ഇതിനു മുമ്പത്തെ മഠാധിപതി ഇപ്പോഴത്തെ മഠാധിപതിയുടെ പിതാവായിരുന്നു. പിന്നെ വാർഷികമായിട്ട് ഭഗവതിക്ക് തോറ്റം, അതിൽ വിഷ്ണുവായിക്ക് ഇണക്കളങ്ങൾ ഒരു വർഷത്തിൽ ഒരു 3-4 തവണ എപ്പോഴും. പിന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പുറമേ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ആവശ്യപ്രകാരം അവർക്ക് പ്രത്യേകിച്ച് കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയും ഇങ്ങനെയുള്ള രൂപകളങ്ങളൊക്കെ ഉണ്ടായിരിക്കും. രാവിലെ 5:30 നട തുറന്നു കഴിഞ്ഞാൽ ക്ഷേത്രാചാരങ്ങൾ കഴിഞ്ഞാൽ ഒരു 11:30 നട അടയ്ക്കും. പിന്നെ പൂജകൾ കഴിഞ്ഞാൽ വിശേഷ ദിവസങ്ങൾ അതിൻ്റെ പ്രത്യേക പൂജകൾ, പിന്നെ നൃത്തകൽപ്പനകളെല്ലാം അത് ഉണ്ടായിരിക്കും. അതിലാണ് ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്നതൊക്കെ. അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് സർപ്പബലി മുതലായ കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ കാര്യങ്ങൾ ഭഗവാന് വേണ്ടതായിട്ടുള്ള വിവിധ കാര്യങ്ങൾ മാസാന്തരം ശാക്തേയമായ പുഷ്പാഞ്ജലി അത് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല. ഇവിടെ ഭഗവാന്റെയും ഭഗവാന്റെ സന്തസഹചാരി കരിങ്കുട്ടി സ്വാമിയുടെയും 2 വിഗ്രഹങ്ങൾ വലിയ ഒരു ഊട്ടുരുളിയിൽ അതിൽ ഗുരുതി കൂട്ടി അതിൽ നടുക്ക് വിളക്ക് കത്തിച്ച് വെച്ച് 2 വിഗ്രഹങ്ങൾ ആ ഗുരുതിയിൽ വെച്ചിട്ട് പുഷ്പാഞ്ജലിയാണ്. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മണ്ഡലമാസകാലങ്ങൾ ഒഴിച്ച് കർക്കിടകം വൃശ്ചികം ഒഴിച്ചുള്ള മാസങ്ങളിലാണെങ്കിൽ കോഴി വെട്ടി ഗുരുതി സമർപ്പണം ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ ശാക്തേയമായിട്ടുള്ള പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ. അതായത് പ്രത്യേകിച്ച് എന്ത് കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളായാലും വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഇതാണ് ശാക്തേയമായ പുഷ്പാഞ്ജലി. പെരുമറത്ത് ശ്രീ വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ തെക്കു ഭാഗത്തു നിന്നും വരുന്നവർക്ക് ചാലക്കുടിയിൽ നിന്ന് തൃശൂർ ബസ്സിൽ കയറി 17 കിലോമീറ്റർ സഞ്ചരിച്ച് പുതുക്കാട് ഇറങ്ങുക. വടക്ക് ഭാഗത്തു നിന്നും വരുന്നവർ തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള ബസ്സിൽ കയറി 13 കിലോമീറ്റർ സഞ്ചരിച്ച് പുതുക്കാട് ഇറങ്ങുക. പുതുക്കാട് നിന്ന് 400 മീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. തീവണ്ടി മാർഗം വരുന്നവർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 1 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. വിമാനമാർഗം വരുന്നവർ നെടുമ്പാശ്ശേരിയിൽ നിന്നും 40 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഭക്തിയും വിശ്വാസവും ഉള്ളിലൊതുക്കി പെരുമറത്ത് വിഷ്ണുമായ സ്വാമിയുടെ സവിധമണഞ്ഞാല് ഉദ്ദിഷ്ടകാര്യ സിദ്ധി പ്രാപ്തമാകും എന്ന് തന്നെയാണ് കാലകാലങ്ങളായുള്ള അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഭക്തജനസഞ്ചയം ഇതിന് കരുത്തു പകരുന്നു.